Good evening students. Welcome to a lecture series of quantum mechanics. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്ത സ്പിൻ പ്രിസിഷനെ കുറിച്ചായിരുന്നു. സ്പിൻ പ്രിസിഷൻ്റെ അതിൻ്റെ ടൈം എവല്യൂഷൻ അനുസരിച്ച് ആ സ്പിൻ പ്രിസിഷൻ സ്പിന്നിനുണ്ടാവുന്ന ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു സ്പിൻ ഹാഫ് പാർട്ടിക്കിളിനെ വെക്കുമ്പോൾ ടൈം എവല്യൂഷൻ അനുസരിച്ച് ഉണ്ടാവുന്ന ബിഹേവിയറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സെഡ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അവിടേക്ക് ഒരു സ്പിൻ ഹാഫ് പാർട്ടിക്കിൾ വിത്ത് മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ദ ഹാമിൽട്ടോണിയൻ എച്ച് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് മ്യൂ ഡോട്ട് ബി ആൻഡ് ദാറ്റ് ക്യാൻ ബി ഓൾസോ റിട്ടൺ ആസ് ഒമേഗ എസ് എച്ച്. ഈ ഒമേഗ എന്ന് പറയുന്നത് ഡെൽറ്റ ഇ ബൈ എച്ച് ക്രോസ് വരും. ദിസ് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് പ്ലസ് സ്പിൻ അപ്പ് സ്റ്റേറ്റിൻ്റെയും സ്പിൻ ഡൗൺ സ്റ്റേറ്റിൻ്റെയും എനർജി ഐഗൺ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തെടുത്തതാണ്. ഹാമിൽട്ടോണിയൻ സ്പിൻ കമ്പോണൻറ്റ് സ്പിൻ ഓപ്പറേറ്ററുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്തത് പാർട്ടിക്കിൾ ഇനീഷ്യലി എസ് എക്സ് പ്ലസ് സ്റ്റേറ്റിലാണെന്ന് വിചാരിച്ചു. നമുക്ക് ആൽഫ 0 റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആൽഫ T0 ഇനീഷ്യൽ ടൈം T0 എന്ന് എടുക്കുകയാണെങ്കിൽ T0 എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. ഫൈനൽ സ്റ്റേറ്റ് നമ്മൾ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഗെറ്റ് ആൽഫ T0 0 സെമിക്കോളൻ T U T0 SX പ്ലസ് ഈ രൂപത്തിലാണ് നമ്മൾ എഴുതിയത്. SX പ്ലസിനെ നമ്മൾ ബേസിസ് ആയിട്ട് നമ്മളിവിടെ ചൂസ് ചെയ്തത് ഓർമ്മയുണ്ടാവും. ബേസിസ് നമ്മൾ ചൂസ് ചെയ്തത് സെറ്റ് ഗെറ്റ് പ്ലസ് ഓർ മൈനസ് സ്പിൻ അപ്പ് സ്റ്റേറ്റ് എസ് സെഡിൻ്റെ സ്പിൻ അപ്പ് ആൻഡ് സ്പിൻ ഡൗൺ സ്റ്റേറ്റുകൾ വെച്ചിട്ടാണ് ബേസിസ് ചൂസ് ചെയ്തത്. ആ ബേസിസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിനെ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടും. 1/√2 എക്സ്പോണൻഷ്യൽ മൈനസ് I omega t by 2 ket plus 1/√2 exponential I omega t by 2 into ket minus ഇങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ ലേറ്റർ ടൈം സ്പിൻ എന്ന് പറയുന്നത് സ്പിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആൽഫ T0 0 ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനൊരു ജനറലായിട്ട് നമ്മളൊരു റെപ്രസെൻ്റ് ചെയ്താൽ നമുക്ക് ഓരോ സ്റ്റേറ്റിനും വേണ്ട പ്രോബബിലിറ്റി, അതായത് ഇനീഷ്യലി സ്റ്റേറ്റ് SX പ്ലസ്സിലാണെങ്കിൽ അറ്റ് എ ലേറ്റർ ടൈം SX പ്ലസ് സ്റ്റേറ്റിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ SX മൈനസ് സ്റ്റേറ്റിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ SY പ്ലസ് സ്റ്റേറ്റിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി, SY മൈനസ് സ്റ്റേറ്റിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ SZ പ്ലസ്സിലുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ SZ മൈനസിലുള്ള പ്രോബബിലിറ്റി, ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് പ്രോബബിലിറ്റീസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഫോർ നമ്മളുടെ ലക്ഷ്യം ഇതായിരുന്നു. പ്രോബബിലിറ്റി ഫോർ ദ സ്റ്റേറ്റ് അറ്റ് എ ലേറ്റർ ടൈം t ടു ബി ഇൻ എ സ്റ്റേറ്റ്. നമുക്ക് ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ഓരോ സ്റ്റേറ്റിനും വേണ്ട പ്രോബബിലിറ്റി നമ്മൾ ഇപ്പോൾ കെറ്റ് SX പ്ലസ് ആവാം, അല്ലെങ്കിൽ കെറ്റ് SX മൈനസ് ആവാം, കെറ്റ് SY പ്ലസ് ആവാം, കെറ്റ് SY മൈനസ് ആവാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കെറ്റ് SX പ്ലസിന് കറസ്പോണ്ടിങ് ആയൊരു പ്രോബബിലിറ്റി SX മൈനസിനും SY പ്ലസിനും SY മൈനസിനുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. SX പ്ലസ് സ്റ്റേറ്റിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് SX നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ ഒരു ഓപ്പറേറ്ററിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ നമ്മൾ എഴുതിയത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ A പ്രൈം ഫോർ എ സ്റ്റേറ്റ് ആൽഫ നമ്മൾ എഴുതിയത് A പ്രൈം മോഡുലസ് ഓഫ് A പ്രൈം ആൽഫ ഹോൾ സ്ക്വയർ. ഇത് പ്രോബബിലിറ്റിയും ഇത് ഐഗൺ വാല്യൂ ആയിരിക്കും. ഇപ്പോൾ പ്രോബബിലിറ്റി നമ്മൾ ഇപ്പോൾ SX പ്ലസ് സ്റ്റേറ്റിൻ്റെ പ്രോബബിലിറ്റി ആണെങ്കിൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്
that value is modulus Sx plus alpha t0 is equal to 0 semicolon t whole square. ഇതാണ് എസ് എക്സ് പ്ലസ് സ്റ്റേറ്റിൻ്റെ ലേറ്റർ ടൈമിലുള്ള പ്രോബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എസ് എക്സ് പ്ലസ് സ്റ്റേറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എസ് എക്സ് ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എസ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എസ് എക്സ് പ്ലസ് സ്റ്റേറ്റ്, അത് പ്ലസ് എച്ച് ക്രോസ് ബൈ 2 വരും. അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് മോഡുലസ് എസ് എക്സ് പ്ലസ് ആൽഫ t0 is equal to 0 whole square plus spin down state in the probability എന്ന് പറയുന്നത് minus h cross by 2 വരും. modulus sx minus alpha t0 is equal to 0 semicolon t whole square. ഇത് വെച്ചിട്ട് നമ്മൾ എസ് എക്സ് പ്ലസ് സ്റ്റേറ്റിൻ്റെ പ്രോബിലിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. എസ് എക്സ് പ്ലസ് സ്റ്റേറ്റിൻ്റെ പ്രോബിലിറ്റി നമുക്ക് കിട്ടിയത് സോറി എസ് എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ നമുക്ക് കിട്ടിയത് എച്ച് ക്രോസ് ബൈ 2 കോസ് ഒമേഗ ടി എന്ന് വന്നു. എച്ച് ക്രോസ് ബൈ 2 ഇൻറ്റു കോസ് ഒമേഗ ടി, ഇതാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എസ് എക്സ് വന്നത്. ഇതിൻ്റെ പ്രോബിലിറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോസ് സ്ക്വയർ ഒമേഗ ടി ബൈ 2 സൈൻ സ്ക്വയർ ഒമേഗ ടി ബൈ 2 ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഈ രൂപത്തിൽ വരും. ഇതേ പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എസ് എക്സ് എസ് വൈ പ്ലസിൻ്റെയും എസ് വൈ മൈനസിൻ്റെയും എസ് വൈ പ്ലസിൻ്റെയും എസ് വൈ മൈനസിൻ്റെയും പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രോബിലിറ്റി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എസ് വൈ പ്ലസ് ആൽഫ t0 is equal to 0 semicolon t whole square is equal to that value is 1 plus sin omega t എന്ന് പറയാം. Similarly, the probability for sy minus alpha t0 is equal to 0 semicolon t whole square is equal to 1. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എസ് വൈ കണ്ടുപിടിക്കാൻ പോവാണ്. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എസ് വൈ കണ്ടുപിടിക്കുമ്പോൾ അഗെയിൻ ഇവിടെ നമ്മൾ എക്ക് എഴുതിയ പോലെ സമ്മേഷൻ ഓവർ എസ് എക്സ് പ്ലസ് സ്റ്റേറ്റ് ആൻഡ് എസ് എക്സ് മൈനസ് സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് സ്പിൻ അപ്പും സ്പിൻ ഡൗണും ഉണ്ടാവും. സ്പിൻ അപ്പിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് എച്ച് ക്രോസ് ബൈ 2 ആണ്. അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 പ്ലസ് സൈൻ ഒമേഗ ടി വരും. സ്പിൻ ഡൗണിൻ്റെ ഇതെന്ന് പറയുന്നത് മൈനസ് എച്ച് ക്രോസ് ബൈ 2 വരും. അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 വരും. ഓക്കെ, സോ ദ റിസൾട്ട് വിൽ ബി എച്ച് ക്രോസ് ബൈ 2 ഇൻറ്റു sin omega t. So expectation value of sy is h cross by 2 into sin omega t എന്ന് നമുക്ക് കിട്ടും. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി ഇപ്പോൾ നമ്മൾ എസ് എക്സ് പ്ലസ് സ്റ്റേറ്റിൻ്റെയും എസ് എക്സ് മൈനസ് എസ് എക്സിൻ്റെയും എസ് വൈയുടെയും എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിച്ചു. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എസ് സെഡിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ്. ഇപ്പോൾ ഒരു കാര്യം ക്ലിയർ ആയി. ഇനീഷ്യലി സ്റ്റേറ്റ് എസ് എക്സ് പ്ലസ് സ്റ്റേറ്റിലാണെങ്കിൽ എസ് വൈ സ്റ്റേറ്റിൽ എസ് വൈ പ്ലസ് സ്പിൻ അപ്പോ സ്പിൻ ഡൗണോ അല്ലെങ്കിൽ എസ് എക്സ് സ്പിൻ അപ്പോ സ്പിൻ ഡൗണോ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 അല്ല. എസ് എക്സ് സ്റ്റേറ്റിൽ തന്നെ തുടരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എസ് എക്സ് സ്റ്റേറ്റിൽ നിന്ന് ലേറ്റർ ടൈമിലേക്ക് സ്റ്റേറ്റ് നമുക്ക് എസ് എക്സ് സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് നമുക്ക് സിസ്റ്റത്തിനെ മാറ്റാൻ പറ്റും. സ്റ്റേറ്റ് മാറും. ഒരു ജനറൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇനീഷ്യലി നമ്മൾ ആദ്യം ഈ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനീഷ്യലി മാഗ്നറ്റിക് ഫീൽഡ് ബി സെഡ് ഡയറക്ഷനിൽ കൊടുത്തു. മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ ഇങ്ങനെയാണ്. സപ്പോസ് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കെറ്റ് എസ് സെഡ് പ്ലസ് ആണെങ്കിൽ അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് കെറ്റ് പ്ലസ് ആണെങ്കിൽ ഫൈനൽ സ്റ്റേറ്റും കെറ്റ് പ്ലസ് ആയിരിക്കും. ഫൈനൽ സ്റ്റേറ്റും കെറ്റ് പ്ലസിന് കറസ്പോണ്ടിങ് ആയിരിക്കും. അതിനാണ് നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യലി സ്റ്റേറ്റ് എസ് സെഡ് പ്ലസിലാണെങ്കിൽ എസ് സെഡിലാണെങ്കിൽ അതേ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ എസ് എക്സിലാണെങ്കിൽ
എസ് എക്സ് പ്ലസിനും എസ് എക്സ് മൈനസിനും എസ് വൈ പ്ലസിനും എസ് വൈ മൈനസിനും ഒക്കെ പ്രോബബിലിറ്റി നോൺ സീറോ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ജനറൽ സ്റ്റേറ്റിലേ നമുക്ക് സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സ്പിൻ പ്രിസസ് ചെയ്യുന്നു, എക്സ് വൈ പ്ലെയിനിൽ സ്പിൻ പ്രിസസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എക്സ് വൈ പ്ലെയിനിൽ സ്പിൻ പ്രിസിഷൻ നടക്കുന്നതെന്ന് പറയാൻ കാരണം അടുത്ത് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്ന എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ് സെഡ് എന്ന് പറയുന്നത് 0 എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മളും ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ് സെഡ് കണ്ടുപിടിക്കണം. നമുക്ക് തന്നേക്കണത് എന്താ? ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കെറ്റ് എസ് എക്സ് പ്ലസ് ആണ്. ഫൈനൽ സ്റ്റേറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, അതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ആൽഫ ടി 0 സെമിക്കോളൻ ടി ഇസ് ഈക്വൽ ടു 1/√2 exponential I omega t by 2 into ket plus, minus I omega t by 2 into ket plus 1/√2 exponential I omega t by 2 into ket minus. ഇതാണ് ഫൈനൽ സ്റ്റേറ്റ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ് സെഡ് ആണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ് സെഡ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ് സെഡ് ഈസ് നത്തിങ് ബട്ട് eigenvalue of SZ plus, that is H cross by 2, spin up state into probability for ket SZ plus eigenvalue of spin down state. Spin down state ന്റെ eigenvalue എന്ന് പറയുന്നത് minus H cross by 2 വരും into probability for ket SZ minus state. അതാണ് എക്സ്പെക്ടേഷൻ, ഇത് SX അല്ല, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് SZ എന്ന് പറയുന്നത്. അപ്പോൾ SZ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ നമുക്കറിയാം. പ്രോബബിലിറ്റി ഫോർ സ്റ്റേറ്റ് ket alpha t0 is equal to 0 semicolon t to be in a state ket SZ plus, അല്ലെങ്കിൽ നമുക്കതിനെ ket plus എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ എസ് സെഡിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് മോഡുലസ് ഓഫ് ബ്രാ പ്ലസ് ആൽഫ t0 is equal to 0 semicolon t whole square. ഇതാണ് പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ ആ പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് പ്രോബബിലിറ്റി ഈസ്, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു മോഡുലസ് ബ്രാ പ്ലസ് ആൽഫ t0 1/√2 exponential minus I omega t by 2 into ket plus 1/√2 exponential I omega t by 2 into ket minus. അപ്പോൾ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് (1/√2) exponential minus I omega t by 2 into bra plus ket plus 1/√2 exponential I omega t by 2 into bra plus ket minus. ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും കൂടി കിട്ടും. ഓക്കെ, ഈ രൂപത്തിലാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക ഹോൾ സ്ക്വയർ. ഇതെന്താ? ഓർത്തോനോർമൽ ബേസിസ് ആയതുകൊണ്ട് ഇത് 0 വരും. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് എന്ത് വരും? മോഡുലസ് ഓഫ് 1/√2 exponential minus I omega t by 2 whole square. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് 1/√2 e raised to I theta എന്ന് പറയുന്നത് cos theta plus I sin theta ആണ്. cos omega t by 2
plus minus I sin omega t by 2. E raised to minus I theta is cos theta minus I sin theta whole square more. Okay, so that will be equal to നമ്മൾ മോഡുലസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താ സൈ സ്റ്റാർ സൈ ആണ്. അപ്പം എന്തായി നമുക്ക് ഇങ്ങനെ എഴുതാം, വൺ ബൈ ടു കോസ് സ്ക്വയർ ഒമേഗ ടി ബൈ ടു പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗ ടി ബൈ ടു. That is equal to 1 by 2. Modulus of x plus iy എന്ന് പറയുന്നത് modulus square x plus iy into x minus iy എന്ന് വരും. അപ്പോൾ x square plus y square എന്നുള്ള ഫോമിൽ വരും. So 1 by 2 വന്നു. So what is this is the probability for sz plus state. So what is the probability for sz minus state, that is ket minus എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, മോഡുലസ് ബ്ര sz മൈനസ് അല്ലെങ്കിൽ ket മൈനസ് ആൽഫ ടി 0 is equal to 0 സെമിക്കോളൻ ടി ഹോൾ സ്ക്വയർ is equal to മോഡുലസ് ബ്ര മൈനസ് 1 by root 2 exponential minus I omega t by 2 into ket plus 1 by root 2 exponential I omega t by 2 into ket minus modulus square expand ചെയ്യാം. എന്ത് വരും, 1 by root 2 exponential minus I omega t by 2 into bra minus ket plus 1 by root 2 exponential I omega t by 2 into bra minus ket minus. This is 1, this is 0. Okay, so the result will be modulus of 1 by root 2 e exponential minus I omega t by 2 whole square. Sorry, plus I omega t by 2. So 1 by 2 cos square omega t by 2 plus sin square omega t by 2. So that is again 1 by 2. Now what is expectation value of Sz? The expectation value of Sz is h cross by 2 into 1 by 2 minus h cross by 2 into 1 by 2. So that is equal to 0. So expectation value of Sz is 0. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Sx പ്ലസ് സ്റ്റേറ്റിലാണെങ്കിൽ Sx പ്ലസ് സ്റ്റേറ്റിന് Sxനും Syക്കും എക്സ്പെക്റ്റേഷൻ വാല്യൂ നോൺ സീറോ ആയിരിക്കും, പക്ഷെ Zന് എക്സ്പെക്റ്റേഷൻ വാല്യൂ സീറോ ആയിരിക്കും. അപ്പോൾ അതെന്താ സംഭവിക്കുക, നമ്മളുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ഇപ്പോൾ നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ. സ്പിൻ ഹാഫ് പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Sx പ്ലസ് സ്റ്റേറ്റ് ആണെങ്കിൽ ഒരു ടൈം എവല്യൂഷൻ സംഭവിക്കുമ്പോൾ ഈ സ്പിൻ ഈ XY പ്ലെയിനിൽ കിടന്നിട്ട് പ്രിസസ് ചെയ്യാൻ ശ്രമിക്കും. ഇറ്റ് വിൽ പ്രിസസ് അറൗണ്ട് XY പ്ലെയിൻ. ഓക്കെ, ബൈ മേക്കിംഗ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് Sz ആസ് 0. സോ ഇതാണ് സ്പിൻ പ്രിസിഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഹയർ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ലെവലുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വളരെ ലളിതമായിട്ട് ടൈം എവല്യൂഷൻ വെച്ചിട്ട് ഒരു
സ്പിന്നിൻ്റെ സ്റ്റേറ്റിനുണ്ടാകുന്ന വേരിയേഷൻ വളരെ ലളിതമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഓരോ പർട്ടിക്കുലർ ഓപ്പറേറ്റേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്സർവബിളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ വാല്യൂ, സ്പിന്നിൻ്റെ ഓരോ ഒബ്സർവബിളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ വാല്യൂ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപിടിക്കുകയും ചെയ്തു. ഇതാണ് നമ്മളൊരു എക്സാമ്പിളായിട്ട് ക്വാണ്ടം ഡൈനാമിക്സിൻ്റെ അപ്ലിക്കേഷൻ ടൈം എവല്യൂഷൻ അനുസരിച്ച് സ്റ്റേറ്റിനുണ്ടാവുന്ന വേരിയേഷൻ വളരെ സിമ്പിളായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് ഈ വീഡിയോയിലാണ്. നമ്മൾ ഈ ഒരു ടോപ്പിക്കിലാണ് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്തത്. ഓക്കെ, next topic is about correlation amplitude. We are going to define a new quantity, correlation amplitude. Using this correlation amplitude, we are going to derive the time energy. We are going to explain the time energy uncertainty relationship. So next heading is topic is correlation amplitude. Correlation amplitude, time energy, uncertainty relation. ടൈം എനർജി അൺസർട്ടൻറ്റി റിലേഷൻ നമ്മൾ ഫണ്ടമെൻ്റൽ ആയിട്ട് ഡിഗ്രി തലത്തിലൊക്കെ പഠിക്കുന്നതാണ്. ഡെൽറ്റ ഇ ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 അല്ലെങ്കിൽ സിംപ്ലി എച്ച് ക്രോസ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. എനർജിയും ടൈമും എന്ന് പറയുന്നത് കനോണിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസ് ആണെന്നും അത് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുമെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് ഇവിടെ എങ്ങനെ നമുക്കത് ഈ ഒരു ടൈം എവല്യൂഷൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ഈ കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഇനീഷ്യലി ഒരു സിസ്റ്റത്തിന് ടൈം എവല്യൂഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കെറ്റ് ആൽഫ ഇനീഷ്യൽ ടൈം t0 = 0 എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. ഓർ സിംപ്ലി യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് കെറ്റ് ആൽഫ ഓർ കെറ്റ് ആൽഫ 0 ഇങ്ങനെയൊക്കെ എഴുതാം. പല രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ എഴുതി ഇനീഷ്യൽ അറ്റ് എ ലേറ്റർ ടൈം ഇവിടെ ഒരു ഇൻട്രാക്ഷൻ നടക്കും. ഒരു ലേറ്റർ ടൈം കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറി എന്ന് വിചാരിച്ചോ. t0 = 0 t. ഇതാണ് ഫൈനൽ സ്റ്റേറ്റ്. സോ ഇനീഷ്യൽ സ്റ്റേറ്റ് ഇതാണ് ഫൈനൽ സ്റ്റേറ്റ്. ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും തമ്മിലുള്ള ഒരു റിസംബ്ലൻസ് മനസ്സിലാക്കാൻ എത്രത്തോളം അത് സിമിലർ ആണ്, എത്രത്തോളം വേരിയേഷൻ ഉണ്ട്. നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സമയത്തിനനുസരിച്ച് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറില്ല, അതിൻ്റെ ഫേസ് ചേഞ്ച് മാത്രമേ സംഭവിക്കുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനറി സ്റ്റേറ്റ് എന്താണെന്നും നോൺ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റേറ്റിന് ഒരു പർട്ടിക്കുലർ ടൈം എവല്യൂഷൻ കൊണ്ട് ഉണ്ടാവുന്ന ചേഞ്ച് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് സിസ്റ്റം മാറുമ്പോൾ എത്രത്തോളം അതിൻ്റെ റിസംബ്ലൻസ്, എത്രത്തോളം ഈ രണ്ട് സ്റ്റേറ്റുകളും തമ്മിൽ കോറിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാരാമീറ്ററാണ്. കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് ഈസ് നത്തിങ് ബട്ട് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് initial and final states. Okay, so C of t can be simply written as bra alpha t0 = 0 alpha t0 = 0 semicolon t. This is the correlation amplitude. കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് യൂണിറ്റി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സ്റ്റേറ്റിന് യാതൊരു തരത്തിലുള്ള വ്യത്യാസവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം റിസംബ്ലൻസ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും തമ്മിലുള്ള റിസംബ്ലൻസ് നമുക്ക് എത്രത്തോളം റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ രണ്ട് രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിൻ്റെ സിറ്റുവേഷൻ കൈകാര്യം ചെയ്തുകൊണ്ടും ഒരു നോൺ സ്റ്റേഷനറി സ്റ്റേറ്റിൻ്റെ സിറ്റുവേഷൻ കൈകാര്യം ചെയ്തുകൊണ്ടും ഈ കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ
ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നത്, കൺസിഡർ എ സിറ്റുവേഷൻ where initial state ket alpha is one of the eigenkets of H Hamiltonian. ഇങ്ങനെയാണെങ്കിൽ അത് സ്റ്റേഷനറി സ്റ്റേറ്റ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. വൺ ഓഫ് ദ ഐഗൺ സ്റ്റേറ്റ്സ് ഓഫ് ഹാമിൽട്ടോണിയൻ ആണ്. അതായത് ലെറ്റ് ket alpha is ket A prime. Clear? So what is H ket alpha, or simply you can write it as H ket A prime. നമുക്കറിയാം ഐഗൺ വാല്യൂ ഇക്വേഷൻ പ്രകാരം ഈ എ പ്രൈം ket A prime എന്നാണ് പറയുന്നത്. ഇത് എനർജി ഐഗൺ വാല്യൂ ആണ്. എ പ്രൈം എന്ന് പറയുന്ന സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഐഗൺ വാല്യൂ ആണ്. ഓക്കെ, സോ ഒരു കാര്യം കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യാം. സി ഓഫ് ടി ഇസ് ഈക്വൽ ടു ആൽഫ T0 is equal to 0, ket alpha T0 is equal to 0 semicolon T. നമുക്ക് എഴുതാം ഈ ket alpha T0, but ket alpha T0 is equal to 0 semicolon T can be written as U T0 ket alpha. അങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C of T will become bracket alpha T0 is equal to 0 U T0 alpha T0 is equal to 0. ഓക്കെ, സിമ്പിളി നമുക്ക് കുറച്ചും കൂടി ലളിതമായിട്ട് ഇങ്ങനെ എഴുതാം. ബ്രാ ആൽഫ യു T0 ket alpha. ഇതാണ് സി ഓഫ് ടി, കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് സി ഓഫ് ടി എന്ന് പറയുന്നത്. യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ടേക്ക് ദിസ് ഇക്വേഷൻ ആസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മളുടെ ഇക്വേഷൻസ്. ഇപ്പം ഇവിടെ ket ആൽഫയ്ക്ക് പകരം നമ്മൾ എന്താ കൊടുത്തത്? ket ആൽഫയ്ക്ക് പകരം ket A prime എന്ന് കൊടുത്തു. യു സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഇക്വേഷൻ. അപ്പോൾ എന്ത് വരും? സി ഓഫ് ടി ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സി ഓഫ് ടി ഈസ് ബ്രാ എ പ്രൈം യു T0 ket A prime. വാട്ട് ഈസ് യു T0? ബ്രാ എ പ്രൈം യു T0നെ എക്സ്പൊണൻഷ്യൽ മൈനസ് IHT ബൈ എച്ച് ക്രോസ്. നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഹാമിൽട്ടോണിയൻ ടൈം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം എച്ച് ket A prime എന്ന് പറയുന്നത് എ പ്രൈം ket A prime ആണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ്പൊണൻഷ്യൽ മൈനസ് IE A prime T ബൈ എച്ച് ക്രോസ്. എച്ചിനെ ket A prime ഓപ്പറേറ്റ് ചെയ്തപ്പോൾ എ പ്രൈം ket A prime എന്ന് വന്നു. അതിനെ പുറത്തേക്ക് എടുത്തു. സോ ബ്രാക്കറ്റ് എ പ്രൈം എ പ്രൈം. ദിസ് ഇസ് 1. സോ ദ റിസൾട്ട് ഈസ് exponential minus IE A prime T by H cross. This is C of T. This is the correlation amplitude. So നമുക്ക് നോക്കാം what is modulus C of T whole square എന്ത് വരും? Modulus C of T whole square is equal to C star of T into C of T. So the result will be exponential IE A prime T by H cross into exponential minus IE A prime T by H cross, which is unity. So modulus of C of T whole square is equal to 1. This is true for a stationary state. ഈ correlation amplitude അതിൻ്റെ modulus square 1 എന്ന് പറഞ്ഞാൽ അർത്ഥം സ്റ്റേറ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ് ket A പ്രൈമിലായിരുന്നു. ആഫ്റ്റർ എ ടൈം ടിയും സ്റ്റേറ്റ് ket A പ്രൈമിൽ തന്നെ തുടരുന്നു. അപ്പോൾ ആ റിസംബ്ലൻസ് വളരെ കൃത്യമായിട്ട് ഈ മോഡുലസ് സി ഓഫ് ടി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് ആ റിസംബ്ലൻസ് ക്വൈറ്റ് സിമിലർ ആണെന്ന് പറയാം.
This is true for which is not surprising for a stationary state. Surprising for a stationary state. കാരണം ഇതൊരു സ്റ്റേഷനറി സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റിൻ്റെ ഫേസ് മാത്രമാണ് മാറുന്നത്, ആ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. സോ ദിസ് ഇസ് നോട്ട് ഫോർ ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് ഫോർ എ സ്റ്റേഷനറി സ്റ്റേറ്റ്. ഓക്കെ, ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. സ്റ്റേഷനറി സ്റ്റേറ്റിന് ഇത് സർപ്രൈസിങ് അല്ല. ഓക്കെ, ദെൻ രണ്ടാമത്തൊരു സിറ്റുവേഷൻ, വേറൊരു സിറ്റുവേഷൻ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോവാണ്. എങ്ങനെയാ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുക? ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞത് എന്താ, ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയന്റെ വൺ ഓഫ് ദ ഐഗൺ സ്റ്റേറ്റുകളായിരുന്നു. അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, എല്ലാ സമയത്തും അങ്ങനെ ആവണമെന്നില്ല. നമുക്കൊരു ജനറൽ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ നോർമലി ആ ജനറൽ സ്റ്റേറ്റിനെ ഹാമിൽട്ടോണിയന്റെ ഐഗൺ സ്റ്റേറ്റുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സോ if the initial ket is represented as a superposition of eigenstates of H, eigenstates or energy eigenstates, you can simply write it as energy eigenstate നമ്മൾ ket A prime എന്നാണെന്ന് എടുക്കണമെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ സ്റ്റേറ്റിനെ ket alpha T0 is equal to 0 can be written as summation over all possible eigenstates A prime CA prime ket A prime. ഇങ്ങനെ. ഓക്കെ, you write it as equation number 4. നമ്മൾ ഇക്വേഷൻ നമ്പർ 2 അതിന് മുമ്പ് എഴുതിയ ടോപ്പിക്കിലെ ഒരു ഇക്വേഷൻ നമ്പർ 3 ആണ്. സി ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ഇ എ പ്രൈം ടി ബൈ എച്ച് ക്രോസ് എന്ന് എഴുതിയിട്ടുണ്ട്. യു പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3. സോ ദിസ് ഇക്വേഷൻ ഈസ് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇത് കിട്ടി. സോ വാട്ട് ഈസ് സി ഓഫ് ടി? നമുക്ക് ഇവിടെ സി ഓഫ് ടി എങ്ങനെ കണ്ടുപിടിക്കാം? സി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആൽഫ T0 is equal to 0 semicolon T. ഓക്കെ, ഇവിടെ നമുക്കതെങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഒന്നുകൂടി നമുക്ക് കുറച്ചും കൂടി ആൽഫ യു T0 ആൽഫ ഇനീഷ്യൽ സ്റ്റേറ്റ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ഈ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ വെച്ചിട്ട് എഴുതാൻ പറ്റും. ബ്രാ ആൽഫയ്ക്ക് പകരം ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സമ്മേഷൻ ഓവർ എ പ്രൈം സി എ പ്രൈം സ്റ്റാർ ബ്രാ എ പ്രൈം യു T0 സമ്മേഷൻ ഓവർ എല്ലാ മൾട്ടിപ്ലിക്കേഷനും കിട്ടാൻ വേണ്ടി ഇൻഡെക്സ് ഞാൻ എ ഡബിൾ പ്രൈം ആക്കി മാറ്റി സി എ ഡബിൾ പ്രൈം കെറ്റ് എ ഡബിൾ പ്രൈം. ഓക്കെ, എല്ലാ പോസിബിൾ മൾട്ടിപ്ലിക്കേഷൻസും ലീനിയർ കോമ്പിനേഷൻ ആയതുകൊണ്ട് എല്ലാ പോസിബിൾ മൾട്ടിപ്ലിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡെക്സിനെ എ ഡബിൾ പ്രൈം എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ഓക്കെ, ക്ലിയർ? സോ you can write C of t as sigma a prime sigma a double prime C a prime star C a double prime bra a prime u T0 ന് പകരം എക്സ്പോണൻഷ്യൽ മൈനസ് I h t by h cross
get A prime എന്ന് represent A double prime എന്ന് represent ചെയ്യുക. So you can write it as summation over A prime, summation over A double prime, CA prime star, CA double prime star, exponential minus IEA double prime. ഇത് H get A double prime എന്ന് പറയുന്നത് EA double prime get A double prime ആണ് വരിക. അപ്പോൾ അതുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് IEA double prime T by H cross into bra A prime get A double prime ഇങ്ങനെ എഴുതാം. ഓക്കെ, നമ്മൾ എയും എ പ്രൈമും എ ഡബിൾ പ്രൈമും സെയിം ആവുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിനൊരു വാല്യൂ വരുള്ളൂ, 1 വരുള്ളൂ. ബാക്കിയെല്ലാം 0 ആയിരിക്കും ഓർത്തോനോർമാലിറ്റി കണ്ടീഷൻ പ്രകാരം. അപ്പോൾ ഈ സമ്മേഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യും. ഈ സമ്മേഷൻ ടേമുകൾ ഒരൊറ്റ സമ്മേഷനിലേക്ക് മാറ്റാൻ പറ്റും. സോ അത് എ പ്രൈം എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ സി എ പ്രൈം സ്റ്റാർ ഇൻറ്റു സി എ പ്രൈം ഇൻറ്റു എക്സ്പൊണൻഷ്യൽ മൈനസ് IEA പ്രൈം ടി by H cross ഇങ്ങനെ വരും. or you can write it as summation over A prime modulus CA prime square exponential minus IEA prime T by H cross. This is the correlation amplitude C of T. You can put it as equation number 5. Okay. Then നമുക്കിതിൽ ഈ കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കിട്ടി. സപ്പോസ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ഇനീഷ്യൽ ടൈം ടി ഈസ് ഈക്വൽ ടു ടി എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് വരും? സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്ത് വരും? സമ്മേഷൻ ഓവർ എ പ്രൈം മോഡുലസ് സി എ പ്രൈം ഹോൾ സ്ക്വയർ എന്ന് പറയും. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് 1. കാരണം എന്താ? കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പ്രകാരം ദിസ് ഈസ് ഈക്വൽ ടു 1 വരും. അപ്പോൾ ഇതെന്തായി? കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇനീഷ്യലി അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് ഈസ് യൂണിറ്റി. ഇപ്പം എപ്പോഴാണ് യൂണിറ്റി എന്ന് മാറുക? ടൈം കൂടുന്നതിനനുസരിച്ച്, സമയം കൂടുന്നതിനനുസരിച്ച് മൈനസ് ഇ എ പ്രൈം ടി ബൈ എച്ച് ക്രോസ് എന്ന് പറയുന്ന ഒരു സിഗ്നിഫിക്കൻറ്റ് ടേം ആയി വരുമ്പോൾ ഈ ടേം എപ്പോഴും ഇറ്റ് വിൽ ബി ഈ ടേം നമുക്ക് എന്താ പറയുക, ഈ ടേം ഒരു എക്സ്പൊണൻഷ്യൽ ഇ റേസ് ടു മൈനസ് IEA പ്രൈം ടി ബൈ എച്ച് ക്രോസ് എന്നുള്ള ടേമിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡുലസ് ഈ കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1നേക്കാളും ഡിഫറെൻ്റ് ആവുന്നത് ലാർജ് ടൈം, അതായത് ടൈം ടി എന്ന് പറയുന്നത് വളരെ ലാർജ് ആവുമ്പോൾ കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് ടി ലാർജ് ആവും തോറും കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് 1ൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഡിക്രീസ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഡിക്രീസ് in magnitude as T increases. So correlation amplitude will be, ആ കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് 1ൽ നിന്ന് ഡിഫറെൻ്റ് ആകുമ്പോൾ ആ സിസ്റ്റത്തിന് സ്റ്റേറ്റിന് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ട് സ്റ്റേറ്റിന് കാര്യമായിട്ടുള്ള ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ടൈം എവല്യൂഷനിൽ നിന്ന് നമുക്ക് ഈ ഒരു കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് 1ൽ നിന്ന് ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് ആ സ്റ്റേറ്റിന് വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തത്, നമ്മൾ കെറ്റ് ആൽഫ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയത് സമ്മേഷൻ ഓവർ എ പ്രൈം സി എ പ്രൈം കെറ്റ് എ പ്രൈം എന്നാണ് എഴുതിയത്. ഈ എ പ്രൈം എന്ന് പറയുന്നത് ഓൾ പോസിബിൾ എനർജി ഐഗൺ സ്റ്റേറ്റ് ആണ്. എനർജി ഐഗൺ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് വളരെ ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ, എനർജി ഐഗൺ വാല്യൂസ് വളരെ ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ നമുക്ക് മോർ ഓർ ലെസ് ഇൻ ഒരു ജനറൽ സിറ്റുവേഷനിൽ ഇത് വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള, വളരെ ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ് ആകുമ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്വാസി കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും.
അതായത് എനർജി ഐഗൺ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആകുമ്പോൾ യു ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് എ കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിട്ട് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലോസ്ലി സ്പേസർ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ. അപ്പോൾ ഇഫ് ദ എനർജി ലെവൽസ് ആർ ക്ലോസ്ലി you can treat it as a quasi continuous distribution of energy. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻ ഇപ്പോൾ നമ്മളുടെ ഇനീഷ്യൽ കെറ്റ് എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ ഓഫ് സെവറൽ എനർജി ഐഗൺ സ്റ്റേറ്റുകളായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ എനർജി ഐഗൺ സ്റ്റേറ്റുകളിലുള്ള എനർജി ഐഗൺ വാല്യൂസ് എനർജി ലെവൽസ് എന്ന് പറയുന്നത് ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ യു ക്യാൻ ട്രീറ്റ് ദിസ് ആസ് എ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി. സോ യു ക്യാൻ റീപ്ലേസ് this summation by integration. That means you can replace sigma a prime by a quantity. That quantity is integral dE into rho of E. Rho of E is the density of states. Density of the states. D എന്ന് പറയുന്നത് ഒരു എനർജി ഇൻ്റർവെൽ ആണ്. ഇക്കും ഇ പ്ലസ് ഡിഇക്കൂടെ ഉള്ള ഒരു ഇൻഫിനിറ്റ്സ്ലി സ്മോൾ ആയിട്ടുള്ള എനർജി ഇൻ്റർവെൽ ആണ്. റോ ഓഫ് ഇ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സ്റ്റേറ്റിൻ്റെ ഡെൻസിറ്റി ആണ്. ഒരു പർട്ടിക്കുലർ എനർജിക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന എനർജി സ്റ്റേറ്റിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമ്മേഷന് പകരം നമുക്ക് ഇങ്ങനെയും പ്രോബബിലിറ്റിക്ക് പകരം നമുക്ക് സി എ പ്രൈമിന് പകരം ജി ഓഫ് ഇ എന്ന് പറയുന്ന ഒരു ടേം പറയാം. നമ്മൾ ഇക്കും ഇ ടു ഇ പ്ലസ് ഡി ഇക്ക് ഇടയിലുള്ള നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് റോ ഓഫ് ഇ ഇൻറ്റു ജി ഓഫ് ഇ ഇൻറ്റു ഡി എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഈ ഇൻ്റഗ്രേഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. സി ഓഫ് ടി ക്യാൻ ബി റിട്ടൺ ആസ്, അതായത് സി എ പ്രൈമിന് പകരം ജി ഓഫ് ഇ എന്ന് കൊടുക്കുക, സമ്മേഷന് പകരം ഇൻ്റഗ്രൽ ഡി ഇ റോ ഓഫ് ഇ എന്ന് കൊടുക്കുക. സോ ദ എക്സ്പ്രഷൻ ക്യാൻ ബി റിട്ടൺ ആസ്, നമ്മൾ ഒരു ഇക്വേഷൻ ഇപ്പോൾ തന്നെ എഴുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് സമ്മേഷൻ ഓവർ എ പ്രൈം മോഡുലസ് സി എ പ്രൈം ഹോൾ സ്ക്വയർ എക്സ്പോണൻഷ്യൽ മൈനസ് ഐ ഇ എ പ്രൈം ടി ബൈ എച്ച് ക്രോസ് ആണ്. ഇതിനെ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഡി ഇ റോ ഓഫ് ഇ മോഡുലസ് ജി ഓഫ് ഇ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് ഐ ഇ ടി ബൈ എച്ച് ക്രോസ്. എ പ്രൈം എന്നുള്ള സിമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ട, നമ്മൾ എനർജി എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വേരിയബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് സി ഓഫ് ടീനെ റീപ്ലേസ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജിയിൽ. ആൻഡ് ദ നോർമലൈസേഷൻ കണ്ടീഷൻ ടോട്ടൽ പ്രോബബിലിറ്റി 1 എന്നുള്ള കണ്ടീഷൻ നമ്മൾ എടുക്കുന്നത് ഇൻ്റഗ്രൽ ഡി ഇ മോഡുലസ് ജി ഓഫ് ഇ ഹോൾ സ്ക്വയർ ഇൻറ്റു റോ ഓഫ് ഇ വിച്ച് ഈസ് ടേക്കൻ ആസ് 1. ഓക്കെ, ഇതാണ് നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷനുമായിട്ട് നമ്മൾ എഴുതിയത്. സോ സി ഓഫ് ടി ഈസ് ഇൻ ദിസ് ഫോം. യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 6. നമ്മൾ ആ ഇക്വേഷൻ നമ്പർ 6നെ ഒന്ന് ക്ലോസിലി വാച്ച് ചെയ്യുക. എന്നിട്ട് ആ ഇക്വേഷൻ നമ്പർ 6നെ നമ്മൾക്കൊന്ന് ഒരു ടേം കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ആണ്. മൾട്ടിപ്ലൈ equation 6 by exponential minus I E0 t by h cross into exponential I E0 t by h cross. ഇങ്ങനെ ഒരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, കാരണം ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആണ്. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈക്വലൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ നമുക്ക് എഴുതാം? ഒരു മൈനസ് ഐ ഇ സീറോ ടി ബൈ എച്ച് ക്രോസിനെ നമ്മൾ ഇത് ഇ സീറോ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് എനർജി വാല്യൂ ആണ്. അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ യു ക്യാൻ ടേക്ക് ദിസ് ടേം ഔട്ട്സൈഡ് ദ ഇൻ്റഗ്രൽ. സോ സി ഓഫ് ടി ക്യാൻ ബി written as exponential minus I E0 t by h cross integral dE modulus
g of e whole square into rho of e into exponential minus I into e minus e0 into t by h cross. കുറച്ചും കൂടി അതിന് ടി ബൈ എച്ച് ക്രോസ് എന്നുള്ളതിന് പകരം എച്ച് ക്രോസ് ബൈ ടി ഡിനോമിനേറ്റർ ഇങ്ങനെ അത് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു രൂപത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മോഡുലസ് ജി ഓഫ് ഇ ഹോൾ സ്ക്വയർ ഇൻറ്റു റോ ഓഫ് ഇ ആണ് അതിൻ്റെ പ്രോബബിലിറ്റി പറയുന്നത്. ആ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പ്ലോട്ട് ചെയ്താൽ നമുക്ക് മോസ്റ്റ് ഓഫ് ദ റിയൽ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഈ പ്രോബബിലിറ്റിയും എനർജിയും വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ഡിഫറെൻറ്റ് എനർജി ഐഗൻ വാല്യൂസും വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ യു ക്യാൻ സീ ദാറ്റ് ദിസ് ക്വാണ്ടിറ്റി ഈസ് പീക്ഡ് അറ്റ് അബൌട്ട് എ വാല്യൂ E0. ആ E0 ആണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ, അതായത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ എനർജിക്ക് ചുറ്റും പ്രോബബിലിറ്റി എന്ന് മാക്സിമം ആയിരിക്കും. അതായത് ഒരു പർട്ടിക്കുലർ എനർജി ഐഗൺ വാല്യൂ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്റ്റേറ്റുകളുടെയും പ്രോബബിലിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിലൊരു പർട്ടിക്കുലർ എനർജി ഐഗൺ വാല്യൂവിന് ചുറ്റും പ്രോബബിലിറ്റി മാക്സിമം ആയിരിക്കും. അപ്പോൾ ആ പ്രോബബിലിറ്റി നമ്മൾ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആ മോഡുലസ് ജി ഓഫ് ഇ സ്ക്വയർ ഇൻറ്റു റോ ഓഫ് ഇ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പീക്കിൽ വരും. ആ പീക്ക് അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ പോലെ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ കോറിലേഷൻ